ഓണക്കാലത്ത് മലയാളികളെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് നല്ല നല്ല സിനിമകളാണ്. സാറിൻ്റെ ഒരു ഓണക്കാല സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഓണക്കാലത്ത് കുറേ സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യകാല ചിത്രങ്ങളായ ശിപായി ലഹള, കല്യാണ സൗഗന്ധിയം, ഇൻഡിപെൻഡൻസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് രാക്ഷസ രാജാവാണ്. കരിമാടിക്കുട്ടൻ്റെ ഒരു റീ റെക്കോർഡിങ് മദ്രാസ് നടക്കുന്ന സമയത്താണ് മമ്മൂക്ക താമസിക്കുന്ന മദ്രാസിലാണ്, കേരളത്തിലല്ല പുള്ളി താമസിക്കുന്നത്. നിനക്കൊരു പെട്ടെന്നൊരു പടം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്യാനായിട്ട് നിനക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയാമല്ലോ, ദാദാ സാഹിബിൻ്റെ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ച് എൻകറേജ് ചെയ്തു മമ്മൂക്ക. അപ്പോൾ സത്യത്തിൽ അങ്ങനെ മമ്മൂക്കയുടെ ഒരു എൻകറേജ്മെൻറ്റിൽ ഒരു വാശിക്ക് ഞാൻ പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ 2 ദിവസിക്കാൻ വരാമെന്ന് പറഞ്ഞു. 3-ാം ദിവസമായപ്പോൾ മമ്മൂക്കയെ ഞാൻ പോയി കണ്ടു. അപ്പോൾ അന്നായിരുന്നു ആലുവ കൂട്ടക്കൊല കേസ് നടന്നത്. എവിടെ പിടിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു പോലീസ് ഓഫീസറിൽ നിന്ന് തുടങ്ങി. അത് നമുക്ക് ആദ്യം ഒരു നല്ല കൈക്കൂലിക്കാരനായ ഒരു ഓഫീസറായിട്ടാണല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷനിലോട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതിൽ ഈ കലാഭവനിയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു മോശപ്പെട്ട ക്യാരക്ടറാണ്. അല്ല, കലാഭവമണി അത് ഭയങ്കരമായിട്ട് ജനം ആസ്വദിച്ചു. സ്കൂള് വേണമെങ്കിൽ ബാറാക്കി കളയും. അതാണ്, സ്കൂള് ബാറാക്കാനോ അതിനൊന്നും ഒരു മടിയില്ലാത്ത. അടുത്ത് നിൽക്കുന്ന ആള് പറയാനുണ്ട് സ്കൂളിൽ പോകാതെ ദേഷ്യം തീർക്കണം. അതെ, ഈ സ്വപ്നം ജയിച്ചാലെന്നുള്ള പാട്ട് വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ. അത് രമേശൻ ചേട്ടനാണ് അതിനകത്ത് പാട്ട് എഴുതിയത്. അപ്പോൾ പുള്ളി ആ സമയത്ത് വേറെ ഏതോ ഒരു പടത്തിലോട്ട് പോയി, പാട്ടൊക്കെ എഴുതി തന്നിട്ടാണ് പോയി. അപ്പോൾ ഒരു പുതിയ സിറ്റുവേഷൻ വന്നപ്പോൾ അവിടെ ഞങ്ങളൊരു പാട്ടിടാൻ തീരുമാനിച്ചു. അപ്പോൾ മോഹനൊരു ട്യൂൺ ചെയ്തിട്ട് അപ്പോൾ അത് ജസ്റ്റ് അതിനൊരു ഡമ്മി എഴുതി കൊടുത്തു ഞാൻ എഴുതിയിട്ട്. അവർ രമേശേട്ടൻ കണ്ടിട്ട് പറഞ്ഞു ഇത് നന്നായിട്ടുണ്ട്, നല്ല ഫീൽ ഉണ്ടാവും ഈ പാട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സ്വപ്നം ജയിച്ചാൽ എന്നുള്ള പാട്ടുണ്ടാകുന്നത്. അതൊന്നും വലിയ ഹിറ്റ് സോങ് ആയിട്ട് മാറിയതാണ്. പുതിയ സിനിമ പെട്ടെന്ന് പൂർത്തിയാകട്ടെ, ഓണാശംസകൾ. താങ്ക് യു. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.